നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ബന്ധം, സ്നേഹബന്ധം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു വിവാഹം കഴിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോ ഈ ബന്ധം, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട്, ഇപ്പൊ ഉള്ള ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? കുറെ നല്ല കാര്യങ്ങളും കുറെയൊക്കെ ചീത്ത കാര്യങ്ങളും കുറെ നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് മറ്റേയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സമയം എന്താ പറ്റുന്നത്, നമ്മളുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായോ? അപ്പോ നല്ലത് അവരിൽ ഉണ്ടെങ്കിലും അവര് നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ണിൽ പെടില്ല. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻസ് എക്സ്ട്രീമിലാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ, എന്തവസ്ഥയും ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 1, 2, 3 ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓറക്കൽ മെസ്സേജസ് കോമൺ ആണ് 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടും കേട്ടോ. അപ്പോ നിങ്ങളുടെ ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് നോക്കാം. നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്തോളൂ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കൂടുതലും അറേഞ്ച് മാരേജുകളിലാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാറ്. നമ്മളുടെ മനസ്സിലുള്ള ഒരാളുണ്ടാവും, നമ്മളുടെ എക്സ്പെക്ടേഷൻസിൽ ഒരാൾ ഉണ്ടാവും, വന്നു കയറുന്നത് വേറൊരാളായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ലവ് റിലേഷൻഷിപ്പിൽ ചില സമയത്ത് നമ്മൾ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ ശരിക്കുള്ള സ്വഭാവം മറ്റേയാളെ കാണിക്കില്ല. കല്യാണം കഴിയുമ്പോഴാണ് ശരിക്കുള്ള സ്വഭാവം കാണാൻ തുടങ്ങുക. അപ്പൊ ഞാൻ ഇതല്ലല്ലോ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞ വേറെ കുറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. എങ്ങനെ നമ്മളത് ഡീൽ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മളുടെ ജീവിതത്തിന്റെ പുരോഗതി വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ്. ഭഗവാനെ, ഈ നിങ്ങളുടെ സ്നേഹബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ്. ഇപ്പോ സ്നേഹബന്ധവും എന്ത് ബന്ധമായിക്കോട്ടെ, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആ ബന്ധം, ആ ആള്, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കാതുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ, ഇനി വരുമെന്ന് നോക്കാം. ലാസ്റ്റ് ഷഫിൾ. ഭഗവാനെ. ഓൾറൈറ്റ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് കോമൺ ആണ് ഈ 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും. ഒന്നാമത്തെ കാർഡ്, ബീയിങ് പൊളൈറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കൂടെ വേണം. പ്രത്യേകിച്ച് ഒരു ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ, അത് എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കയറുന്നത് ഇന്ന് തുടങ്ങി നാളെ പോയി അങ്ങനത്തെ ഒരു ചിന്തയിലല്ലല്ലോ. നമുക്കത് ദീർഘകാലം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വേണ്ട ഒരു ബന്ധമായിരിക്കാം. അങ്ങനെയുള്ള ബന്ധങ്ങളിലാവുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക, ഹേർട്ട് ചെയ്യാതെ നോക്കുക. നമ്മൾ ഈ പറയുന്ന വാക്കുകൾ മറ്റേയാളിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുക. അത് നമ്മളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മളിൽ അത് എന്ത് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ച് സംസാരിക്കുക. രണ്ടാമത്തെ കാർഡ് ഒരു ഡിസ്ട്രോയർ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ ഒരു ബന്ധം. മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു തേർഡ് ഐ ചക്ര നമ്മുടെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ. നാലാമത്തെ കാർഡ് നിങ്ങൾക്ക് ജ്ഞാനം, സ്പിരിച്വൽ അവയർനെസ് കുറച്ചും കൂടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ കാർഡ് മിസ്യൂസ് ഓഫ് പവർ. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. ആറാമത്തെ കാർഡ് സീസ് ദ മൊമെന്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻ ഫോർ സക്സസ്. ഈ നിങ്ങൾക്ക് കുറെ നാളായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ആരംഭിക്കണം, ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങൾ
മനസ്സിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് കാര്യമായിക്കോട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാവർത്തികമായ ആക്കിയാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും കാർഡ്സ് ആണ് വന്നത്. ഇനി നമ്മൾ റീഡിങ്ങിലേക്ക് പോകണം. അപ്പൊ ഒന്നാമത്തെ നമ്പർ 2ഉം 3ഉം ഞാൻ മാറ്റി വെക്കുകയാണ്. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ആദ്യത്തെ ചോദ്യം, നിങ്ങളെ ഈ ബന്ധം എന്ത് തരം ബന്ധമാണെന്നാണ് നമ്മൾ ആദ്യത്തെ ആൾക്കാർക്ക് വേണ്ടി നോക്കുന്നത്. ചിലപ്പോൾ അത് സോൾമേറ്റ് കണക്ഷൻ ആവാം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം, അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല, ഇത് വളരെ കോമൺ ആയ വളരെ നോർമൽ ആയ ഒരു ബന്ധമാണ് എന്നും വരാം. നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. എന്ത് തരം ബന്ധമാണിത്? എല്ലാം റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല. ഒരു ആണും പെണ്ണും തമ്മിലുള്ള വിവാഹം, സ്നേഹബന്ധം, എന്ത് ബന്ധവും ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ത് തരമാണെന്ന് ചോദിച്ചപ്പോൾ ഇതിനകത്ത് സ്നേഹം ഇല്ലാത്ത ഒരു ബന്ധമാണെന്ന് പറയുന്നത്. വളരെയധികം പാഷൻ ഉണ്ട്, രണ്ടുപേരും തമ്മിൽ നല്ല കെമിസ്ട്രി ആണ്, പക്ഷേ സ്നേഹം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു ബന്ധമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇമോഷൻസ്, ഒരാള് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും. എല്ലാ റിലേഷൻഷിപ്പിലും ഇമോഷണൽ സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു അപാകത വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. അതാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് റിലേഷൻഷിപ്പില്, പക്ഷെ അത് നടപ്പിലാകുന്നില്ല. ഇവിടെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് തുറന്ന് സംസാരിക്കുന്നില്ല റിലേഷൻഷിപ്പില്, അത് മനസ്സിൽ ഒതുക്കി വെക്കുന്നത്. പക്ഷെ നല്ല കെമിസ്ട്രി റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ പ്രശ്നമില്ല, പക്ഷെ മാനസികമായ അടുപ്പമില്ല, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു ബന്ധമാണിത്. ഇതിനകത്ത് സോൾമേറ്റ് കണക്ഷനും അല്ല, ട്വിൻ ഫ്ലെയിം ഒന്നും അല്ല. ഇതൊരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം കേട്ടോ. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാം, ഇതൊരു മാരേജ് ആവാം, ഇത് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആവാം, ഇത് ബോയ്ഫ്രണ്ട് ആവാം, ഗേൾഫ്രണ്ട് ആവാം, എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. പിന്നെ ഈ ബന്ധം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറെ ദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അത് എന്ത് തരം ദോഷങ്ങളാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദോഷങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ ഈ വ്യക്തി നിങ്ങളെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സമ്മതിക്കാത്ത ഒരാള് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്തുന്നു. മനസ്സിലായോ? നിങ്ങളെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചില റിലേഷൻഷിപ്പിൽ ചിലർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകാൻ സമ്മതിക്കില്ല. ഈ വ്യക്തി ഭയങ്കര നാർസിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കൺട്രോളിങ് ആണ്. ഈ വ്യക്തിയുടെ സമയം അനുസരിച്ചേ എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ, എന്നെ സ്വന്തമായിട്ട് വിടില്ല, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വിടില്ല, അപ്പൊ കൂടെ വരും, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യും, പിക്ക് ചെയ്യും, അങ്ങനത്തെ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ വ്യക്തി സ്വതന്ത്രമായിട്ട് നിങ്ങളെ എവിടെയും വിടുന്നില്ല. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്ന ആഗ്രഹിച്ച ഒരാളാണ്. ചിലപ്പോ ജോലിയിലും ഈ വ്യക്തി നിങ്ങളെ, രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ചിലപ്പോൾ ഒരു കമ്പനി, ഒരു ബ്യൂട്ടി പാർലർ, ഒരു ഷോപ്പ് നടത്തുന്നവരായിരിക്കാം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, എന്തുമായിക്കോട്ടെ. നിങ്ങളൊരു ആർക്കിടെക്റ്റും ഈ വ്യക്തി എഞ്ചിനീയർ, അപ്പൊ ഒരുമിച്ച് ഒരു ഇത് നോക്കുന്നു. രണ്ട് ഡോക്ടേഴ്സ് ആവാം. എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് പോയി ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ല ഈ വ്യക്തി എന്നൊരു കംപ്ലൈന്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെയുള്ളത് 3 ഓഫ് പെന്റക്കിൾസ്. എന്നാലും ഈ വ്യക്തി ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വളരെ സ്നേഹമുള്ള ഒരാളാണ് കൂടെയുള്ളത്, അപ്പൊ എല്ലായിടത്തും കൊണ്ടുപോകില്ലേ, അപ്പൊ സങ്കടം, പ്രശ്നം. അപ്പൊ പ്രശ്നം വരുന്നത് എവിടെയാണ്? നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഈ വ്യക്തിയുടെ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇത്ര സമയത്ത് എത്തണം എന്നുണ്ട്, പക്ഷെ ഈ വ്യക്തിയുടെ സമയം അനുസരിച്ച് ഈ വ്യക്തി നിങ്ങളെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുള്ളൂ. ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് നിങ്ങൾ എവിടെ പോണം, എപ്പോ പോണം, എന്ത് ഡ്രസ് ഇടണം, ആരോട് സംസാരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം. റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. അത് ചില ഭാര്യമാരും ഭർത്താക്കന്മാരും രണ്ടുപേരും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, ഇറച്ചി ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്ന ഒരാള്. അതുപോലെ തന്നെ ഷുഗർ കൂടുതലാണ്, കേക്കും പേസ്റ്റും ഒന്നും എടുത്ത് കഴിക്കരുത്. കല്യാണ പാർട്ടിയിലൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ആണ് പോണത്, അപ്പോൾ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബ്ലോക്ക് വെക്കുന്നത്.
എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഷുഗർ ഉള്ളതാണ്, അയ്യോ അത് കൊടുക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞ അപ്പൊ അതൊരു ഇൻസൾട്ടും കൂടിയായി മറ്റേ ആൾക്ക്. അപ്പൊ എൻജോയ് ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കില്ല. എവിടെ പോയാലും കൂടെ വരും, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണ്. പക്ഷേ ഒരുമിച്ചാവുമ്പോഴും അത് വലിയ തലവേദനയായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. കാരണം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനോ ഡ്രസ്സ് ഇടാനോ ഒരു സ്ഥലത്ത് പോവാനോ ഒരാളോട് സംസാരിക്കാനോ ഒന്നും സമ്മതിക്കില്ല. ആരെങ്കിലും രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കണ്ടുമുട്ടി രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോ വേഗം ഇടയിൽ കയറും. എന്താ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ ഇടയിൽ കയറുന്ന ഒരാള്. അപ്പോ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒറ്റയ്ക്ക് വിടാത്തത് ഈ വ്യക്തിയുടെ, ചിലപ്പോ ഈ വ്യക്തിക്ക് ചില ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതാണ് പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്. നിങ്ങളുടെ ചുറ്റുമുള്ളവര് ഈ വ്യക്തിയെ കുറിച്ച്, ഈ വ്യക്തിയുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ വ്യക്തി എപ്പോഴും കൂടെ ഉണ്ടാവും. ആരോട് കൂടുതൽ സംസാരിക്കാനും ഒറ്റയ്ക്ക് സംസാരിക്കാനും സമ്മതിക്കില്ല. ഇതിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വ്യക്തിയുടെ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ അതെ. നിങ്ങളുടെ ന്യൂസ് പുറത്തേക്ക് വിടാൻ പാടില്ല. ഈ വ്യക്തിയെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ അറിയാനും പാടില്ല. അങ്ങനത്തെ ഒരു ബ്ലോക്കേജ് ഉള്ള പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് സ്വാതന്ത്ര്യം തരുന്നില്ല വ്യക്തി ഒരു തരത്തിലും. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഇതാണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ജീവിതത്തില് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഇനി പോസിറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തില് പോസിറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തില് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? പോസിറ്റീവ് കാര്യങ്ങൾ രണ്ട് സൈഡും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഭയങ്കര പണമുള്ള ഒരു വ്യക്തിയാണിത്. ഈ വ്യക്തി നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല്, ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അഡ്വൈസ് ചെയ്യും. മനസ്സിലായി? അതൊരു നല്ല അഡ്വൈസ് ആണ് ഈ വ്യക്തി തരുന്നത്. വളരെയധികം ഇപ്പൊ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു തരുമെന്നാണ് പറയുന്നത്. അതിന് വേണ്ട അഡ്വൈസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തരും. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ശ്രദ്ധയോടെ കേട്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വ്യക്തി. അപ്പൊ നല്ലൊരു ലിസണർ ആണ് ഈ വ്യക്തി. അതുപോലെ തന്നെ നല്ലവണ്ണം പണമുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്, ഈ ഒരു ബിസിനസ്, അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. നിങ്ങൾ അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കും. അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് പറയും, എന്നുവെച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരണം, നിങ്ങളുടെ ബിസിനസ് നാൾക്ക് നാൾ ഉയർന്നു വരണം എന്നൊരു മനസ്സുള്ള ആളാണ്. വേറെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി ഒരു ബിസിനസ് മൈൻഡഡ് ആളായതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് വളരെയധികം ഗുണമുണ്ട്. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ മാരേജിന് റെസ്പോൺസിബിലിറ്റി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അത് കുറച്ച് ഓവറായിട്ട് ചെയ്യുന്നോ എന്നൊരു സംശയമാണ് നിങ്ങൾക്കുള്ളത്. എന്നുവെച്ചാൽ ചിലപ്പോൾ അത് ഓവറായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരു സ്ഥലത്ത് വിടാതെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് വരുന്നത്. നിങ്ങളൊരു ഫ്രീ ബേർഡ് ആണ്, അതാണ്. അപ്പൊ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പോ ഫുഡ് ഉണ്ടാക്കണതിലും ഇന്ന സാധനം ഉണ്ടാക്കണം, എനിക്ക് ഇതാണ് ഇഷ്ടം, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണോ വേലക്കാരനാണോ, എനിക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ എനർജി വരുന്നുണ്ട്. അപ്പൊ 4 of Wands എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവരാണ് നിങ്ങൾ. അപ്പൊ ഈ വിവാഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയെ ഒരു പരിധി വിട്ട് അതിന് മുകളിൽ കാണുന്ന വലിയൊരു ഉത്തരവാദിത്തമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയേ വേണ്ട. അപ്പൊ നിങ്ങളുടെ മനസ്സിലോ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്കിത് ഒഴിവാക്കി പോണം എന്ന ചിന്തയാണെങ്കിൽ ഈ വ്യക്തി സമ്മതിക്കില്ല. ഹാർട്ട് ബ്രേക്കിന്റെ കാര്യം ഈ വ്യക്തിക്ക്, ഇവിടെ ഹാർട്ട് ബ്രേക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ തോന്നലായിരിക്കാം. ഇവിടെ ഹാർട്ട് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് മുമ്പുള്ള റിലേഷൻഷിപ്പില്, ഇത് ചിലപ്പോൾ ഒരു അറേഞ്ച് മാരേജ് ആയിരിക്കും, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ഹൃദയവേദന അനുഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട് പോയ ആളാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾ അങ്ങനെ വേദനിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിന്റെ കാര്യം വരുന്നില്ല. ഈ വ്യക്തി പരസ്ത്രീ ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പരപുരുഷ ബന്ധമോ ഒന്നുമില്ല ഈ വ്യക്തിക്ക്. അപ്പൊ നിങ്ങളെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല, കുറച്ച് അകന്ന് നിൽക്കുന്ന, എന്റെ സ്പേസ് എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. ചിലർക്ക് നമ്മളുടെ വ്യക്തി നമ്മളുമായിട്ട് ക്ലിങ്ങി ആയിരിക്കണം, എന്ത് കാര്യത്തിനും എന്നെ വിളിച്ച് ചോദിക്കണം,
ആ ഷർട്ട് എടുക്കട്ടെ, ഈ സാരി എടുത്തോട്ടെ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ അവരുടെ ഇഷ്ടത്തിന് എടുത്തൂടെ, എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ട് നിങ്ങളെ ഫോൺ ചെയ്ത് ഫുഡ് കഴിച്ചോ, പനി മാറിയോ, അങ്ങനെ ഇങ്ങനെയും ചോദിക്കുന്ന ആളെ ഇഷ്ടമല്ല. ഓഫീസിൽ എത്തിയോ, ഓഫീസിൽ കാർഡ് പിടിച്ചോ, ഇങ്ങനത്തെ ഒരു വെക്കുന്നവരെ ഇഷ്ടമല്ല. അപ്പൊ അതാണ് ഇവിടുത്തെ കാണിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെ ഡിപെൻഡ് ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് ഈ വ്യക്തി ആകും. ഇപ്പൊ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആരും നിങ്ങളെ നോക്കാനില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കാം, നിങ്ങൾക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം അത്ര വലിയ സ്ട്രോങ് അല്ലായിരിക്കും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരാള് വേണം എന്നൊരു ചിന്ത, ഒരു പോസിറ്റീവ് ഇതിലാണ് ഈ വ്യക്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മനസ്സിലാണ് അങ്ങനെ ഒരു തോന്നൽ, ഇത്രയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് നിങ്ങളാണ് ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വ്യക്തി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതെല്ലാം റിക്കവർ, നിങ്ങളുടെ നഷ്ടത്തിലായിരുന്ന ബിസിനസ്സും എല്ലാം, അതുപോലെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ പേ ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങളോട് വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തി നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോ ഈ വ്യക്തി ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ അത് എങ്ങനെ ചിലപ്പോൾ ഇത് ഈ വ്യക്തിയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു റിലേഷൻഷിപ്പ് വരാതെ. അപ്പൊ അതിന് ഓവറായിട്ട് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഞാൻ വിചാരിച്ച ഒരു കാർഡ് ഞാൻ നോക്കിയില്ലാന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ നമ്മൾ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഇത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? നിങ്ങളുടേത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? ഇവിടെ ഒരു കിങ് ഓഫ് കപ്സ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ കുറ്റങ്ങള്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതൊരിക്കലും മറ്റുള്ളവരോട് പറയാത്ത ഒരു എനർജിയാണ്. വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ചുറ്റുപാടുകളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും ഡിസ്കസ് ചെയ്യാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ്. പിന്നെയുള്ളത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. 5 ഓഫ് പെന്റക്കിൾസ് പണത്തിന്റെ ബുദ്ധിമുട്ടുള്ള പോലെ ഒരു റിലേഷൻഷിപ്പിൽ കുറെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കുറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ഷെയർ കിട്ടാനുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിങ്ങളുടെ ഫാമിലി, കാരണം അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷെ അത് നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കാൻ പറയുന്നുണ്ട്, അവരുടെ ഫാമിലിയോട്. അവർക്കായിരിക്കും പ്രോപ്പർട്ടി കൂടുതലുള്ളത്, പക്ഷെ അവരുടെ അമ്മയോ അച്ഛനോ ആരും ഈ പ്രോപ്പർട്ടി തരാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി അത് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ വ്യക്തി ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു, അപ്പൊ നിങ്ങൾക്ക് അത് പിടിക്കുന്നില്ല. നമ്മൾ എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് കിട്ടാനുള്ള ഓരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം, ഈ പണത്തിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തി എന്ത് ചെയ്താലും അവരുടെ ഫാമിലിയോട് ചോദിക്കുന്നത്, സ്ത്രീ ആവാം പുരുഷനാവാം, എങ്ങനെയാണ് നിങ്ങളുടെ ജെൻഡർ എന്ന് വെച്ചാൽ, റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എടുക്കുക. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ലീബ്ര. ഇനി നമ്മളുടെ ചോദ്യം, ഈ വ്യക്തി വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറെ ദോഷങ്ങൾ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അത് എന്താണ്? എന്തൊക്കെ ദോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. ടവർ മൊമെന്റ് വലിയൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ്. അത് കഴിഞ്ഞു, ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്.
ഇവിടെ ടവർ റിവേഴ്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 5 of wands ഉണ്ട്, തമ്മിലടി. പിന്നെ ഈ വ്യക്തി, അപ്പൊ നിങ്ങൾ പറയുന്ന ഈ വ്യക്തി, അപ്പൊ ഈ റിലേഷൻഷിപ്പ് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ഈ വ്യക്തിയിൽ നിങ്ങൾ കാണുന്ന ദോഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ദോഷങ്ങൾ ഇതൊക്കെയാണ്. വലിയൊരു ടവർ മൊമെന്റ് ഉണ്ടായി, നിങ്ങളുടെ ഫാമിലിയും ഇവരുടെ ഫാമിലിയും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ വ്യക്തിയും അവരുടെ ഫാമിലിയും, അല്ല നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഈ വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ. ഭയങ്കരമായ വഴക്കുണ്ടായിരുന്നു, ഭയങ്കര കോമ്പറ്റീഷൻ. എന്താന്ന് വെച്ചാല് ഈ വ്യക്തി ആര് പറഞ്ഞാലും കേൾക്കില്ല. ഈ വ്യക്തി സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെയും അഭിപ്രായം, ആരുടെയും അഡ്വൈസ് ഈ വ്യക്തി എടുക്കില്ല. അപ്പോ ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതൊരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം, അതുകൊണ്ട് രണ്ട് ഫാമിലിയുമായിട്ട് ഉടക്കി നിൽക്കുകയായിരിക്കാം. അപ്പോ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നു, അവരുടെ ഫാമിലി എല്ലാം ഉപേക്ഷിച്ചു, നിങ്ങളുടെ ഫാമിലിയെ ഉപേക്ഷിച്ചു, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ തമ്മിലാണ് ഇപ്പോ ജീവിക്കുന്നത്, ഒരുമിച്ചാണ് ജീവിക്കുന്നത്, പക്ഷെ ഒരു ഫാമിലി. അപ്പൊ അതിൻ്റെതായ ഒരു റിഗ്രറ്റ് നിങ്ങൾക്കുണ്ട്. ഈ കുറച്ചും കൂടി ഈ വ്യക്തി ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പെരുമാറിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു. ഇത്രയും നമ്മളുടെ ഫാമിലി, നമുക്കൊരു ഫാമിലി എപ്പോഴും ആവശ്യമാണ്. എന്തെങ്കിലും ആവശ്യം വന്നാലും ബന്ധുക്കളൊക്കെ വേണ്ടതാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ വ്യക്തി കുറച്ചും കൂടെ ഒന്ന് മെച്ചുവേർഡ് ആയിട്ട്, പക്ഷെ ഇത് വ്യക്തി വളരെയധികം കെയറിങ് പ്രൊട്ടക്റ്റീവുമായ എനർജിയാണ്, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നു. അപ്പൊ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം. അത് നിങ്ങൾ പറയുന്നത് ഈ വ്യക്തി കുറച്ചും കൂടെ ശാഠ്യമില്ലാതെ പെരുമാറിയിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു, ഇതെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു, ബന്ധുബലം ഉണ്ടാകുമായിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി കാരണമാണ് നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളിൽ നിന്ന് അകന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളിൽ നിന്ന് അകന്നത് എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ സ്കോർപിയോ, ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഒരു സഹകരണം ഇല്ലാത്ത കാര്യം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ വ്യക്തിയുടെ തലയിലാണ് വെച്ചിരിക്കുന്നത്. ഈ വ്യക്തി കാരണമാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തി കാരണം നിങ്ങളുടെ ശരിക്കും റിലേഷൻഷിപ്പിൽ വന്നിട്ടിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാഴ്ച എന്താ നോക്കാം. പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാല് ഈ വ്യക്തി ഉടക്കും, ആരോടും വഴക്കിടുന്നതോ ആരെയും വിളിച്ച്, നിങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആരെങ്കിലും മധ്യസ്ഥം നിന്ന് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യണം എന്ന് ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഈ വ്യക്തി അതിന് ഒരു തരത്തിലും അടുക്കരുത്. വ്യക്തി എന്തെങ്കിലും അറിയാൻ ഇടവന്നാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ഈ വ്യക്തി വന്നത് കൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ വ്യക്തി ഹാൻഡിൽ ചെയ്യുന്നില്ല, ആ സൈഡ് നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളാണിത്. എന്റെ വീട്ടുകാരായിട്ട് ഇതാവുന്നത് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കാരണമാണ് എന്റെ വീട്ടുകാരായിട്ട് ഞങ്ങൾ വഴക്കിടേണ്ടി വന്നതെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ വ്യക്തി പ്രതികരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കാണാത്തൊരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, നിങ്ങൾ ജീവിതത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു, മനസ്സിലായി. പക്ഷെ ഈ വ്യക്തിയാണ് ശരിക്കും വീട് നോക്കുന്നത്. സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി, ഈ വ്യക്തിയാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. നിങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ അറിയിക്കുന്നില്ല. കുറെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ട്, കുറെ ചെലവുകൾ വരുന്നുണ്ട്, കുറെ ചിലപ്പോ ചില അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അത് നടത്തി കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഒന്നും അറിയിക്കാതെ വളരെ സ്വസ്ഥമായ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഈ വ്യക്തി ജീവിതം നോക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഈ വ്യക്തിക്ക് ഉഴപ്പൊന്നുമില്ല. മറ്റു സ്ത്രീകളായിട്ടുള്ള ബന്ധം, മറ്റു പുരുഷന്മാരായിട്ടുള്ള ബന്ധം ആരാന്ന് വെച്ചാൽ അതൊന്നും ഈ വ്യക്തിക്കില്ല. നിങ്ങളും നിങ്ങളുടെ വീടും എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം ഈ വ്യക്തി ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാനോ, നിങ്ങൾ പറയുന്ന എല്ലാ വളരെ സില്ലി ആയിട്ട് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഏതു നേരം ഈ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തി ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. കാരണം വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. ഒരു വീട് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പക്ഷേ പ്രതികരിക്കാൻ അറിയാത്ത ഒരാളല്ല എന്ന് നിങ്ങൾ ടെബിൾ റിവേഴ്സ് ആണ്. ഈ വ്യക്തി ഉള്ളിലുള്ള വളരെയധികം ദേഷ്യവും, പിന്നെ വ്യക്തി കുറച്ച് ഡേഞ്ചറസ് ആയ ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുമ്പുള്ള വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഈ വ്യക്തി ഭയങ്കര ക്രൂരതയും വയലൻസും എല്ലാം
ഉഴപ്പും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ഇപ്പൊ അടക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു 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 ഇങ്ങനെ ഒരു ഫീലിങ്സും ഇല്ലാത്ത ഒരാളല്ല. വളരെയധികം സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാനും നിങ്ങളെ ഉപദ്രവിക്കാനും കപ്പാസിറ്റി ഉള്ള, നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ദോഷം വരുത്താനും കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ്. ഇത് ഡെവിളാണ്. ഡെവിള് ശരിക്കും ഈ റിവേഴ്സ് വരുമ്പോ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ ഈ വ്യക്തിയെ കൊണ്ട് ഈ ഉള്ളിലുള്ള ഈ ക്രൂരത പുറത്തേക്ക് എടുപ്പിക്കരുത്. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാള് നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്, ഒരു തരത്തിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ അയാൾ ഒരു പട്ടിയെ പോലെയാണ്, അല്ലെങ്കിൽ അയാളൊരു ചവിട്ടുമെത്തെ പോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയ ആളാണ്. നിങ്ങളെ ചിലപ്പോൾ സ്നേഹിക്കുന്നത് കൊണ്ട്, ഇവിടെ ലവേഴ്സ് എവിടെയോ നമ്മൾ കണ്ട ലവർ, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായത് കൊണ്ടാണ്, പിന്നെ ഉത്തരവാദിത്വം അതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എന്നും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വ്യക്തി പ്രതികരിക്കാത്തതെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, നിങ്ങളുടെ നാക്ക് ഭയങ്കര ക്രൂരത ഉള്ള നാക്കാണ്. ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന, നാണം കെടുത്തുന്ന, ഭയങ്കരമായിട്ട് ക്രൂരമായ വാക്കുകൾ പറയാൻ കഴിവുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഈ വ്യക്തി എല്ലാത്തിനും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. ഒരു സൈഡ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യണം, അതിനെ റിയാക്ട് ചെയ്യുന്നില്ല. അതിനുള്ള വഴി വെക്കരുത് എന്നാണ്. നമ്മൾ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാല് കണ്ണടച്ചിരുട്ടാക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ദൂഷ്യങ്ങള് നിങ്ങൾ ഈ വ്യക്തിയുടെ തലയിൽ സൗകര്യപൂർവ്വം വെച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കുക എന്നാണ്. വിവാഹം കഴിച്ചു എന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി എല്ലാം അനുഭവിച്ചോളും, നിങ്ങൾ എന്ത് ചെയ്താലും അനുഭവിക്കും, നിങ്ങളെ ഒരു തരത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ വ്യക്തിക്ക് എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഹെയർ ഓഫ് ഹാൻഡ് വന്നത് മാരേജ് കാർഡാണ്. അപ്പൊ വളരെ ട്രഡീഷണൽ ആയ, വളരെ കൺസർവേറ്റീവ് ആയ ആണ് ഈ വ്യക്തി. അങ്ങനെ ഒരാളാണ്. വളരെ മാരേജിന് പണ്ടുള്ള ആളുകൾ, മാരേജ് എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ മാരേജിനെ പരിപാവനമായ ഒരു റിലേഷൻഷിപ്പ് ആയ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, അത് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്, ഒരേ ഒരു വിവാഹമേ ഉള്ളൂ ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പൊ വളരെ കൺസർവേറ്റീവ് ആയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഉള്ളിൽ ഒതുക്കുകയാണ് പ്രശ്നങ്ങള്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാനത് സഹിക്കാനുള്ള ആളാണ്. എന്തായാലും ഇതിനകത്ത് കയറിയപ്പോ പോകുന്നത് വരെ പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്തയുള്ള ഒരാളാണ്. വളരെയധികം പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. 10 of Wands കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈ വ്യക്തി വളരെയധികം കാര്യത്തിൽ കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നല്ല, പക്ഷെ അതിന് പ്രതികരിക്കുന്നില്ല. ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് ഉണ്ടാക്കാതെ നോക്കുക എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി നല്ലവണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട്, കേട്ടോ. ഇവിടെ ടോറസ് ഉണ്ട്, ക്യാൻസർ, പൈസസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. എനിക്കറിയില്ല ഇത് ആരുടെ റീഡിംഗ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. നമ്മൾ ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ പൊട്ടനാക്കുകയാണ് ചെയ്യുന്നത്, കൂടെ ദൈവത്തിനെയും. ഓൾറൈറ്റ്, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ആദ്യത്തെ ചോദ്യം, ഇത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? ഭവാനി, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ ഈ ബന്ധം എന്ത് തരം ബന്ധമാണ്? ഹെർമിറ്റ് ആണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും ചിലപ്പോഴും റിലേഷൻഷിപ്പിലാണ്, എന്നാലും നിങ്ങൾ ഒരുമിച്ചല്ല. ചിലപ്പോൾ നിങ്ങളുടെ ചിന്താരീതികൾ വ്യത്യാസമായിരിക്കാം, ചിലപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ചിലപ്പോ ഒരാള് മറ്റേയാളെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് അയാൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണ്. ഒരു പാട്ട് പാടാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്യും പാടാനായിട്ട്. ചേട്ടാ അങ്ങനെയാണ്, ഫോഴ്സ് ചെയ്യും പാടാനായിട്ട്. നമ്മൾ പാടി വരുമ്പോ അതിൽ ആ കുറ്റമുണ്ട്, ഇങ്ങനെയല്ല പാടണ്ട, ഇതൊന്നും ഞാൻ പാടിത്തരാം. ഒരു കോമ്പറ്റീഷൻ അവിടെ വന്നു. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നില്ല. ഈ റിലേഷൻഷിപ്പ് എവിടെയോ ചെന്ന് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിന് ഒരു പുരോഗതിയും ഇല്ല. ചിലപ്പോ ഇത് ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇത് വെർഗോയും ക്യാൻസറുമാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്,
അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ. നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 10 of Pentacles കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മാരീഡ് ആയ കപ്പിളാണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്, രണ്ടുപേരും വിട്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. 10 of Pentacles ഉണ്ട്. ഇവിടെ 3 of Wands. 3 of Wands നമ്മൾ ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്തിട്ട് ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ കാത്തിരിക്കുന്നത് എന്തിനാണ്? ഓക്കെ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരണം. ഞാൻ വണ്ടിക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി വന്നാലേ പോകുള്ളൂ. വണ്ടി വരാൻ വൈകി കഴിഞ്ഞാൽ നമ്മളൊന്ന് വിളിച്ചു ചോദിക്കണം, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വഴിക്ക് ബ്ലോക്ക്. വണ്ടി വരുമ്പോ വരും. അപ്പൊ അതുപോലെ തന്നെ ക്ഷമയാണ്, പേഷ്യൻസ് ആണ്, ഒരു തരം ലേസിനെസ്സും ആണ്, മടിയുമാണ്. ഇനിയിപ്പോ വിളിച്ചു ചോദിച്ചിട്ട് വണ്ടി ബ്ലോക്ക് ആണ്, വണ്ടിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണ്ടേ? അത് പറ്റില്ല. ഞാൻ എന്തായാലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സാമട്ടിലുള്ള ഒരു എനർജി. അങ്ങനെയാണ് 3 of Wands ഇവിടെ കാണുന്നത്. പിന്നെയുള്ളത് ഒരു ഫൂളാണ്. ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും എടുത്തു ചാടുന്ന ഒരു എനർജിയാണ് ഫൂൾ എന്ന് പറഞ്ഞാല്. ആരൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അതൊന്നും ശ്രദ്ധിക്കാതെ എടുത്തുചാട്ടമുള്ള ഒരു എനർജി. അപ്പോ വ്യക്തി ഇപ്പൊ ഒരു വണ്ടി ബുക്ക് ചെയ്യണമെന്ന് ആരോടും ചോദിക്കില്ല. വണ്ടി അഡ്വർടൈസ്മെന്റ് കണ്ടു, നേരെ ഷോപ്പിൽ ചെന്നു, ഒന്നും അന്വേഷിക്കുന്നില്ല, എനിക്ക് ആ വണ്ടി വേണം, അഡ്വാൻസ് പേ ചെയ്ത് അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് ചെയ്ത് വണ്ടി കൊണ്ട് വരും. നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഏത് കളർ വേണം, അതൊക്കെ മതി വഴക്കുണ്ടാവാൻ. ഏത് കളർ വേണം, ഏത് വണ്ടി വേണം, പെട്രോൾ വേണോ ഡീസൽ വേണോ, എത്ര പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നേ ഇല്ല. ആ വ്യക്തിയുടെ പൈസയാണ്, ശരി. അപ്പൊ ഈ വ്യക്തി ചിലപ്പോ അങ്ങനെയാണ് മിക്ക കാര്യങ്ങളും. ഈ എടുത്തുചാട്ടം നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഒരു ഫാമിലിയാണ്, വളരെ ഇഷ്ടം, പണത്തിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ നല്ല ഒരു ഇതാണ്. പക്ഷേ ഈ വ്യക്തി ആ പണം ദുരുപയോഗം ചെയ്യുന്നു. നിങ്ങളെയും കൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നുവെച്ചാൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത്, റിലേഷൻഷിപ്പ് അതാണ്, നമ്മൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും രണ്ടുപേരും കൂടെ സംസാരിച്ച് തീരുമാനിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഒരാള് വന്നിട്ട് ഞാൻ നാളെ ഇത് ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, ഈ പേപ്പർ സേവ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നു എന്ന് പറഞ്ഞ് നമ്മളത് രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്, ജീവിച്ചതും രണ്ടുപേരും കൂടെ. അപ്പൊ എല്ലാം ഷെയർ ചെയ്യണം എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക്. ഈ വ്യക്തി ഒരു രക്ഷയില്ല, തോന്നിയ വാസ്യം മൊത്തം ചെയ്യുകയും ചെയ്യും. അവസാനം പക്ഷെ അത് ചില സമയത്ത് നമ്മള് ഓർഡർ ചെയ്യുന്ന സാധനം ഡെലിവറി പോലും ആവാറില്ല. പൈസ പോയി എന്നത് പോരാതെ സാധനം കിട്ടുന്നുമില്ല. മനസ്സിലായി? അങ്ങനെയുള്ളൊരു കാര്യം. അപ്പൊ ഈ വ്യക്തി പക്ഷെ അതിന്റെ പുറകെ പോകില്ല. ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് വേണ്ട, ഇനി വേറെ നോക്കാം എന്ന്. കാരണം പണം ഇഷ്ടം പോലെ ഉണ്ട്. പണത്തിന്റെ വില അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഈ വ്യക്തി കാണുന്നത്. എടുത്തുചാട്ടം, പണത്തിന്റെ വില അറിയില്ല, കുറച്ച് മടിയുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ചുള്ള കംപ്ലൈന്റ്. ഇതൊക്കെ നിങ്ങളെ വളരെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ഏരീസ്. അടുത്ത ചോദ്യം, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ. ഈ കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അത് ഈ വ്യക്തി കൊണ്ട് കുറെ മാറി. ചിലപ്പോ നിങ്ങളുടെ വിവാഹം, ചില സമയത്ത് നമ്മളുടെ വിവാഹം നടക്കാനുള്ള, ഇപ്പൊ നമ്മൾ സ്നേഹിച്ച ഒരാളുമായിട്ട് ചിലപ്പോ ആ വ്യക്തിയുടെ ഫ്രണ്ട് ആയിരിക്കാം ഈ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഈ വ്യക്തി. അപ്പോ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ വിവാഹം ഉറച്ചു വന്നു, കല്യാണ സമയമായപ്പോ ഈ വ്യക്തി കാല് മാറി. അപ്പൊ നിങ്ങൾ ഭയങ്കര സങ്കടത്തിലായി. അങ്ങനെ ആ വ്യക്തിയുടെ ഫ്രണ്ടോ ആരോ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ ഫ്രണ്ടോ ആരോ ആ സമയത്ത് നിങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ആയിരുന്ന സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി. വേറെ ആരും ആ സമയത്ത് നിങ്ങളെ സഹായിക്കാനോ നിങ്ങളുടെ വീട്ടുകാരെ സഹായിക്കാനോ ഒന്നും ട്രൈ ചെയ്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നിരിക്കാം അത്. അപ്പൊ ഈ വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാദർ ആയിരിക്കും ഇതിനകത്ത് ഇടപെട്ടിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ വ്യക്തിയുടെ വിവാഹം നടത്തി തന്നത്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. അപ്പൊ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ചിലപ്പോ അച്ഛനെ പേടിച്ചിട്ടോ അമ്മയെ പേടിച്ചിട്ടോ പറ്റില്ല എന്ന് പറയാതിരുന്നായിരിക്കാം, അറിയില്ല. ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. എന്തായാലും ഈ വ്യക്തി വളരെ സെൽഫ് സഫിഷ്യന്റ്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഇവിടെ കുറെ സ്വത്തുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി, കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല, ഈ വ്യക്തിക്ക് നല്ലവണ്ണം സ്വത്തുണ്ട്. അപ്പൊ ചിലപ്പോ ഈ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള പൈസ എടുത്തിട്ടാണ് ഈ വ്യക്തി ചെലവാക്കുന്നതാണ്. പക്ഷെ ഈ വ്യക്തി സെൽഫ് സഫിഷ്യന്റ് ആണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഒരു കാലത്ത് ചിലപ്പോ ഫോറിനിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിരുന്ന ഒരാളായിരിക്കും, നല്ലവണ്ണം സമ്പാദ്യമുള്ള ഒരാളാണ്. ആ വ്യക്തിയുടെ കാര്യങ്ങളും ആ വ്യക്തി ഷോപ്പ് ചെയ്യുന്നതും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആ പൈസ കൊണ്ടാണ്. നിങ്ങളുടെ
ഫാമിലിയുടെ പൈസയോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള പൈസയോ ഒന്നും ഈ വ്യക്തി ദുരുപയോഗം ചെയ്യുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്തെങ്കിലും ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദൂരെ നിന്ന് ഈ വ്യക്തി നിങ്ങളെ നോക്കുന്നല്ലാതെ നിങ്ങളെ കുറച്ച് പേടിയുണ്ട് ഈ വ്യക്തി. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒച്ചയും ബഹളം ഉണ്ടാക്കുമായിരിക്കും, വഴക്കുണ്ടാക്കുമായിരിക്കും, സ്ഥലകാല ബോധമില്ലാതെ വഴക്ക് പറയുമായിരിക്കും. അപ്പൊ കുറച്ചൊരു ശ്രദ്ധയോടെയാണ് നിങ്ങളെ ഈ വ്യക്തി ദൂരെ നിന്ന് മാറി കാണുന്നത്. കുറച്ചൊരു പേടിയുണ്ട് ഈ വ്യക്തിക്ക്. പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ വഴക്ക് തിരിച്ചു പറയുമായിരിക്കും, എന്നാലും അങ്ങനെ അങ്ങോട്ട് പ്രതികരിക്കുന്നില്ല. അപ്പൊ ഈ വ്യക്തിക്ക് മനസ്സിലാകാത്തത്, ഞാൻ എന്റെ പൈസ ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്. പക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കാത്ത ഒരു കാര്യം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് നിന്റെ എന്റെ എന്നൊരു കാര്യമില്ല, ഒരുമിച്ചുള്ളതാണ്. അപ്പൊ ഈ വ്യക്തി അതാണ് പറയുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഈ വ്യക്തി ചെലവാക്കുന്നതും നഷ്ടം സംഭവിക്കുന്നതും ഈ വ്യക്തിയുടെ പൈസക്കാണ്. നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധത്തിലുള്ള പൈസയോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് ഈ വ്യക്തിക്ക് എവിടെയോ സേവിങ്സ് ഉണ്ട്, ചിലപ്പോൾ പ്രോപ്പർട്ടി എല്ലാം ഉള്ള ഒരാളായിരിക്കാം. ആ പൈസയിൽ നിന്നാണ് ഈ വ്യക്തി ചെലവാക്കുന്നതാണ് ഈ വ്യക്തി. പിന്നെ നിങ്ങൾ എന്തിനാണ് ഒച്ചെടുക്കുന്നതെന്നാണ് ഈ വ്യക്തി ആലോചിക്കുന്നത്. അക്വേറിയസ്, നിങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്ന ഒരു സമയത്ത് സഹായിച്ച ഒരാളാണ്. ആ സൈഡ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ഒരിക്കലും ആരും പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലായിരിക്കും ആ സാഹചര്യം. എന്തായാലും അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ അത്യാവശ്യ സമയത്ത് പണം കൊടുത്ത് സഹായിക്കുകയോ എന്തെങ്കിലും ചെയ്ത വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഈ വ്യക്തിയോട് വളരെയധികം റെസ്പെക്റ്റും എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളെ ഈ വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകും. ചില അച്ഛന്മാരും അമ്മമാരും വിചാരിക്കും കുറച്ച് മുതിർന്ന ആളെ മകള് വിവാഹം കഴിച്ചാല് അതുകൊണ്ട് മകൾക്ക് ഗുണേ വരുള്ളൂ, കാരണം ആള് കുറച്ച് മെച്ചുവേർഡ് ആണ്, അപ്പൊ കുറച്ച് കുഴപ്പമൊക്കെ കുറവായിരിക്കും എന്നൊരു ചിന്തയുണ്ടാവും. അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഫാമിലി മുൻകൂട്ടി കണ്ട്, ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഇമ്മച്ചുവേർഡ് ആയ എനർജി ആയിരിക്കും, നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരാൾക്കേ പറ്റുള്ളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഫാമിലി അങ്ങനെ ചെയ്തത്. എന്തായാലും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അക്വയറിയസ് ലിബ്ര പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ചോദിച്ചപ്പോ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങള് ആദ്യം എന്താണ് നടക്കുന്നതെന്ന് അറിയുക, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുക എന്നാണ് പറയുന്നത്. ഇവിടെ 10 of swords, ഇത് ചതി, വഞ്ചന, ബിട്രയൽ അതൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ആക്ച്വലി അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ നിങ്ങൾ മറ്റുള്ളവര് പറ്റിച്ചിട്ടുണ്ട്, കുറെ നിങ്ങളെ ബന്ധുക്കൾ തന്നെ നിങ്ങളെ ചിലപ്പോ വളരെയധികം പറ്റിച്ചിട്ടൊക്കെ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തില് ചീത്ത സംഭവങ്ങൾ വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഒരു മറ പോലെയാണ് നിൽക്കുന്നത്. നിങ്ങളും ദോഷത്തിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇടയില് ഒരു മറ പോലെയാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തിയെ, ഇവിടെ എന്താണ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്നത്, അത് വളരെ കൃത്യമായിട്ട് ഈ വ്യക്തി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനിടയിൽ ഈ വ്യക്തിക്ക് ഒരു ടൈം പാസ്, അതായിരിക്കും ഈ ഷോപ്പ് ചെയ്യണതും ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ സമയം ഇപ്പൊ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി കാരണമാണ് നിങ്ങൾക്കൊരു നല്ല സമയം ജീവിതത്തിൽ കിട്ടിയെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം, ഇരുന്ന് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ. നമസ്കാരം.